ഹായ് ഹലോ. പല ആളുകൾ നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് ലൈവ് പ്ലാൻസ് നിങ്ങൾ എങ്ങനെയാണ് കൊറിയർ അയക്കുക എന്നുള്ളത്. അപ്പോൾ പല ആളുകൾക്കുള്ള ഡൗട്ടും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു, ഇന്ന് നമുക്ക് ഓർഡേഴ്സ് കുറച്ച് കുറവാണ്. സാധാരണ നമുക്ക് സമയം കിട്ടാറില്ല കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടാകുന്ന ദിവസങ്ങളിൽ. കാരണം നമ്മളിത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊറിയർ ഓഫീസ് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻസ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്ലാന്റാണ്, കുറച്ച് ചെറിയ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പും ബോട്ടും നമ്മൾ കവർ ചെയ്യും, പക്ഷേ ഇത് ചെയ്തിട്ടില്ല, ഫുൾ പാക്കേജിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്യുക. പിന്നെ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് പ്ലാൻസ് ഒരു 2-3 ദിവസം, മാക്സിമം ഒരു 2 ഡേയ്സിനുള്ളിലൊക്കെ കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാൻസ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ആർക്കാണെങ്കിലും പ്ലാൻസ് റിസീവ് ആയി എന്നുള്ള കൊറിയർ ഓഫീസിൽ നിന്നുള്ള കോൾ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോയിട്ട് കളക്ട് ചെയ്യണം കേട്ടോ. മാക്സിമം അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ, അതൊരിക്കലും കൂടാൻ പാടില്ല. കാരണം പ്ലാൻസ് ആണ്, പെരിഷബിൾ ആണ്, കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കൊന്ന് കാണിക്കുക എന്നുള്ളത്. കാരണം പല ആളുകളും ഡൗട്ടാണ്, ആ ഡൗട്ടൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.